ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു എഡ്യൂ ടീച്ചർ കേരള. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023-24 സെക്കൻഡ് ടേം ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ആനിമൽസ് ദാറ്റ് ബിലോങ് ടു ആൻ ഇക്കോസിസ്റ്റം. അപ്പോൾ കുറച്ച് ആനിമൽസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും റൈറ്റ് ഡൗൺ എനി 4 ഫുഡ് ചെയിൻ റിലേറ്റഡ് വിത്ത് ദിസ് പിക്ചർ. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് ഫുഡ് ചെയിൻ റിലേറ്റഡ് ഈ ഒരു പിക്ചറിൽ നിന്നും ഫുഡ് ചെയിൻ ഒരു 4 ഫുഡ് ചെയിന് നിങ്ങൾ എഴുതണം. അപ്പോൾ ആദ്യത്തെ ഫുഡ് ചെയിന് ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. രണ്ടാമത്തെ ഗ്രാസ്, ഡീർ, ലയൺ. മൂന്നാമത്തെ ഫുഡ് ചെയിന് ഗ്രാസ് ഹോപ്പർ, ഹെൻ, ഫോക്സ്. അടുത്തത് ഗ്രാസ്, ഡീർ, ഫോക്സ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി എഴുതാം കേട്ടോ. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫുഡ് ചെയിൻ ഗ്രാസ്, ഡീർ, ടൈഗർ. ഗ്രാസ്, ഡീർ, ടൈഗർ. A child opines that if tigers disappear from this ecosystem, deers will also become extinct. Do you agree to this statement? Justify your opinion. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അഭിപ്രായപ്പെട്ടു എന്താണ്, ഇഫ് ടൈഗേഴ്സ് ഡിസപ്പിയർ ഫ്രം ദിസ് ഇക്കോസിസ്റ്റം, അതായത് ഇവിടെ നമ്മുടെ ഈ ഒരു ഇക്കോസിസ്റ്റത്തിൽ നിന്ന് ടൈഗർ ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഡീർസ് വിൽ ഓൾസോ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. ഈ ഒരു ഡീർ അതായത് മാനുകളും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോവും, മൊത്തത്തിൽ ഇവിടുന്ന് തുടച്ചു നീക്കപ്പെടും എന്നാണ് പറയുന്നത്. ഡു യു അഗ്രി ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? യെസ്, I agree to this statement because if tigers disappear, the number of deers increases and due to the unavailability of food, deers will also become extinct. അതായത് ടൈഗേഴ്സ് ഡിസപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാനുകളുടെ എണ്ണം കൂടുകയും ഫുഡ് തികയാതെ വന്നിട്ട് എന്താണ് ഡീർസും അതായത് മാനുകളും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുമെന്നാണ് പറയുന്നത് അല്ലേ. നമുക്ക് മനസ്സിലാവും അല്ലേ എന്താണ്. നമുക്കിത് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഫുഡ് ചെയിൻ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ദ സെക്കൻഡ് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ വിൽ ഓൾവേസ് ബി കാർണിവോസ്. അത് തെറ്റല്ലേ? ഇപ്പോൾ ഡീർ മീൻസ് ഗ്രാസ്, ഡീർ. സെക്കൻഡ് എന്താണ്? ഈ ഒരു ഹെർബിവോർ തന്നെയാണ് വരിക. തേർഡ് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ വിൽ ബി ഹെർബിവോസ്. പ്രൊഡ്യൂസേഴ്സ് വിൽ ഓൾവേസ് ബി ഗ്രീൻ പ്ലാന്റ്സ് അല്ലേ. പ്രൊഡ്യൂസേഴ്സ് ഗ്രീൻ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് തേർഡ് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ എപ്പോഴും കാർണിവോസ് ആയിരിക്കും അല്ലേ, ഹെർബിവോസ് ആയിരിക്കില്ല. അടുത്ത ഒരു നാലാമത്തെ പോയിന്റ് എന്താണ്, ദ ലാസ്റ്റ് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ വിൽ ബി ഡീകമ്പോസേഴ്സ്. അത് കറക്റ്റ് ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ്? സ്റ്റേറ്റ്മെന്റ്സ് 3 and 4 ആർ കറക്റ്റ് അല്ലേ, ബാക്കിയൊക്കെ റോങ് ആണ് കേട്ടോ. അടുത്ത ആക്ടിവിറ്റി, in addition to glass, which substance from the following is used to make box containing the magnetic needle in a compass? Choose the correct one. ഏതായിരിക്കും മാഗ്നറ്റിക് നീഡിൽ ഉണ്ടാക്കാനുള്ള ഒരു ബോക്സ്? ഇതിൽ അയേണും നിക്കലും നിങ്ങൾക്കറിയാം എന്താണ്, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അലുമിനിയം ക്യാൻ ബി യൂസ്ഡ് ബിക്കോസ് iron and nickel are magnetic substances and cannot be used for compass box as the magnetic needle cannot fluctuate well. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, which peculiarity of the magnet is used in a compass? ഈ കോമ്പസിൽ ഏത് പെക്യൂലിയാരിറ്റി, മാഗ്നറ്റിൻ്റെ ഏത് പെക്യൂലിയാരിറ്റി ആണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്? നോർത്ത് സൗത്ത് ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ്സ്. നോർത്ത് സൗത്ത് ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ്സ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 3 situations in which the objects A and B get equal attraction in the given below. Analyze the picture and find out the statement. അപ്പോൾ ഇവിടെ നോക്കൂ, ബിയും എയും തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ മൂന്നിലും എന്താണ്, അട്രാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൽ?
A is a magnet and B is a magnetic object. അടുത്ത activity, look at the things that were listed out while observing an artificial pond. അപ്പോൾ ഇവിടെ കുറച്ച് തിങ്സ് കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ പോണ്ട് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൽ കാണുന്നതാണ് കേട്ടോ. വാട്ടർ, സോയിൽ, ഇൻസെക്ട്സ്, ഫിഷ്, ഫ്രോഗ്. ഈസ് ദിസ് പോണ്ട് വിച്ച് ഇൻക്ലൂഡ്സ് ദീസ് ഐറ്റംസ് ആൻ ഇക്കോസിസ്റ്റം? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ പോണ്ട് ഒരു എക്കോസിസ്റ്റം ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? പറ്റുമോ? No, artificial pond is not an ecosystem. Here there are no producers. Producers are essential factor in an ecosystem. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ പോണ്ട് ഒരു എക്കോസിസ്റ്റം അല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ പ്രൊഡ്യൂസേഴ്സ് ഇല്ല അല്ലേ. പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും എന്തായിരിക്കും? ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്കോസിസ്റ്റം ഉണ്ടാവണമെങ്കിൽ അവിടെ പ്രൊഡ്യൂസേഴ്സ് ഒരു എസെൻഷ്യൽ ഫാക്ടർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Classify the following as examples of ecosystem and non-ecosystem. അപ്പോൾ എക്കോസിസ്റ്റം ഏതൊക്കെയായിരിക്കും? റിവർ, പോണ്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റ്. ഓക്കെ, അടുത്തത് നോൺ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നെസ്റ്റ്, ഹോം, ബറോ ഒക്കെ നോൺ എക്കോസിസ്റ്റം ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബയോട്ടിക് ഫാക്ടർ ഇസ് മോസ്റ്റ് ലൈക്ലി ടു ഹെൽപ്പ് മെയിൻറ്റെയിനിങ് abiotic factors in an ecosystem? Which biotic factors? ഏത് ബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് abiotic ഫാക്ടേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഡീകമ്പോസേഴ്സ്. ഓക്കെ, ഡീകമ്പോസേഴ്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് വൺ ഫ്രം ദി അബവ് സ്റ്റേറ്റ്മെന്റ്സ്. ബട്ട് ജാക്ക് ഫ്രൂട്ട് ആൻഡ് കസ്റ്റേർഡ് ആപ്പിൾ ആർ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. അത് കറക്റ്റ് ആണ് അല്ലേ? കറക്റ്റ് ആണോ? അല്ല, അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് ആണ് അല്ലേ. ലേഡീസ് ഫിംഗർ ആൻഡ് ഗ്രേപ്സ് ആർ സിമ്പിൾ ഫ്രൂട്ട്സ്. യെസ്, ഇത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ടൊമാറ്റോ ആൻഡ് കസ്റ്റേർഡ് ആപ്പിൾ ആർ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്. അത് തെറ്റാണ് അല്ലേ. കസ്റ്റേർഡ് ആപ്പിൾ ഒക്കെ ഈ ഒരു ടൊമാറ്റോ. ജാക്ക് ഫ്രൂട്ട് ആൻഡ് ബ്ലൂബെറി ആർ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ റൈറ്റ് വൺ ഇസ് ലേഡീസ് ഫിംഗർ ആൻഡ് ഗ്രേപ്സ് ആർ സിമ്പിൾ ഫ്രൂട്ട്സ്. അടുത്ത നോക്കാം. റൈറ്റ് ഡൗൺ ദ പെക്യുലാരിറ്റീസ് ഓഫ് സിമ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് ആൻഡ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. അപ്പോൾ സിംഗിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഡെവലപ്പ് ഫ്രം എ സിംഗിൾ ഓവറി ഓഫ് എ സിംഗിൾ ഫ്ലവർ. അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് ഫോം ഫ്രം single flower with many ovary. Multiple fruits form from many flowers. അടുത്ത C ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ഔട്ട്. ഇതിൽ കാഷ്യൂ ആപ്പിൾ ആണ് കേട്ടോ ഓഡ് വൺ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഡിസൈഡഡ് ടു അവോയ്ഡ് ഫാറ്റി ഫുഡ് കംപ്ലീറ്റ്ലി. അപ്പോൾ ടീച്ചർ പറയാണ് നോ യു ഡോണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് the teacher disagree to the student's opinion? എന്തുകൊണ്ടാണ്? Yes, some vitamins dissolve only in fat. അല്ലേ, ഫാറ്റ് സോല്യൂബിൾ ഉണ്ട്, വാട്ടർ സോല്യൂബിൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓഫ് ഇൻക്രീസിങ് ദി ഫാറ്റ് ലെവൽ ഇൻ ഫുഡ്? ഫാറ്റ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? യെസ്, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവും, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവും അല്ലേ. അടുത്ത സി, some habits to control the fat level. അപ്പോൾ analyze these statements and identify the correct one. ഏതൊക്കെയാണ്? എക്സസൈസ് ഡെയിലി, നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യണം. അവോയ്ഡ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, അവോയ്ഡ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഇത് രണ്ടും ആണ് ഹാബിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഗിവൺ ഇൻസ്റ്റൻസസ് ഓഫ് മോഷൻ. അപ്പം ഫസ്റ്റ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് പെൻഡുലം ഇൻ എ ക്ലോക്ക്. രണ്ടാമത്തെ ഇൻസ്റ്റൻസ് മൂവ്മെന്റ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക്. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് മോഷൻ ഇൻ ദീസ് ടു ഇൻസ്റ്റൻസസ്. ആദ്യത്തെ എന്താണ്? യെസ്, ഓസിലേഷൻ അല്ലെ. ഓസിലേഷൻ. സെക്കൻഡ് വൺ ഈസ് വൈബ്രേഷൻ. അപ്പം വാട്ട് ഈസ് ഓസിലേഷൻ എന്ന് പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയുന്നത് ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെ. ഫാസ്റ്റ് ഓസിലേഷൻ ആണ് വൈബ്രേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഓഫ് ദീസ് മോഷൻസ്. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? മോഷൻ ഓഫ് എ പെൻഡുലം ഓഫ് എ ക്ലോക്ക്.
പിന്നെന്താണ് മോഷൻ ഓഫ് എ സ്വിങ്, ഓസിലേഷൻ ആയിട്ട് പറയുന്നത് കേട്ടോ. വൈബ്രേഷൻ എന്താണ്, ട്യൂണിങ് ഫോർക്ക് അല്ലെ, മൂവ്മെന്റ് ഓഫ് എ ട്യൂണിങ് ഫോർക്ക്. അതുപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് ദി വയേഴ്സ് ഇൻ വീണ അല്ലെ, ഗിറ്റാറിലത്തെയും വീണയുടെ ഒക്കെ ഒരു ആ ഒരു കേബിൾ അല്ലെങ്കിൽ ആ വയറിന്റെ ഒരു വൈബ്രേഷൻ ആണ് എന്ന് പറയുന്നത്, വൈബ്രേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which among the statement is wrong about rotation? Rotation is the movement of an object on its own axis. Rotation is always through a circular path. Rotation will never change its position as a result of rotation. Axis of rotation will always be inside and the object which is rotating. ഇതാണ് rotation is always through a circular path എന്നുള്ളതാണ് എന്ത് ഈ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് വെർ ഡിറ്റക്റ്റഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അപ്പം ലിസ്റ്റ് ഔട്ട് ദ ഫുഡ് ഐറ്റംസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കഴിക്കേണ്ട ഫുഡ് എന്തൊക്കെയാണ്? ക്യാരറ്റ് കഴിക്കണം, അതുപോലെ സ്പിനാച്ച്, മിൽക്ക് ഒക്കെ കഴിക്കണം അല്ലേ. വിച്ച് വിറ്റാമിൻ ഇസ് ലോസ്റ്റ് വെൻ ദ ഫുഡ് ഇസ് കുക്ക് കീപ്പിംഗ് ദ വെസൽ ഓപ്പൺ. തുറന്ന് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വൈറ്റമിൻ ആണ് നഷ്ടപ്പെട്ടു പോവുക? വൈറ്റമിൻ സി. അടുത്തത് രാമു യൂസ്ഡ് plenty of milk and seafoods in his diet, but the doctor found that he has calcium deficiency. Find out the reason behind this problem. രാമു ഒരുപാട് മിൽക്കൊക്കെ കഴിക്കുന്ന ആളാണ്, പക്ഷേ കാൽഷ്യം ഡെഫിഷ്യൻസി എന്തുകൊണ്ടാണ്? ഇൻസഫിഷ്യൻറ്റ് എക്സ്പോഷർ ടു സൺലൈറ്റ് അല്ലേ, സൺലൈറ്റിൻ്റെ ഈ ഒരു എക്സ്പോഷർ കുറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വൈറ്റമിൻ സി കാൽഷ്യം ഡെഫിഷ്യൻസി കാണിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി, ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ഗിയേഴ്സ് ഓഫ് എ ക്ലോക്ക്. Find and write to which of the gears A, B, C the minute hand, the second hand and the hour hand will be attached. ഏതായിരിക്കും? യെസ്, എ എന്ന് പറയുന്നത് ഹവർ ഹാൻഡ് ആണ്, ബി എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡ് ആണ്, സി എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ആണ് അല്ലേ. എന്തുകൊണ്ടാണ്? എക്സ്പ്ലെയിൻ ദ റീസൺ. യെസ്, സ്മോൾ ഗിയർ ഈസ് യൂസ് ടു ഇൻക്രീസ് ദ സ്പീഡ് ആൻഡ് ലാർജ് ഗിയർ ടു ഡിക്രീസ് ദ സ്പീഡ്. Activity 9. Babu reached his house on bicycle, passing an uphill, a downhill and winding road. Complete the table by writing the occasion and the purpose where he might have used force on the bicycle. അപ്പോൾ ഏതൊക്കെ ഒക്കേഷനിലാണ് ബാബു ഈ ഒരു ഫോഴ്സ് യൂസ് ചെയ്തത് നോക്കാം. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ബിഗിനിങ് ടു റൈഡ് ദ ബൈസിക്കിൾ. എന്തിനു വേണ്ടിയിട്ടാണ്? മൂവിങ് ദ സ്റ്റാറ്റിക് സൈക്കിൾ, ഫസ്റ്റ് വൺ കേട്ടോ. സെക്കൻഡ് വൺ, ടു സ്റ്റോപ്പ് ദ സൈക്കിൾ. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ടു സ്റ്റോപ്പ് ദ മൂവ്മെന്റ് ഓഫ് ദ ബൈസിക്കിൾ. അടുത്തത് നോക്കാം, ടേണിംഗ് കർവ്ഡ് പാത്ത്. കർവ്ഡ് പാത്ത് എന്തിനാണ്? ടു ചേഞ്ച് ദ ഡയറക്ഷൻ. നെക്സ്റ്റ് വൺ, മൂവിങ് ഡൗൺ ഹിൽ. മൂവിങ് ഡൗൺ ഹിൽ, മുകളിലേക്ക് ഡൗൺ ഹിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിക്രീസ് ദ സ്പീഡ്. While overtake another bicycle to increase the speed. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. While considering the movement of the cycle tire, which among the following is not applicable? ഏതൊക്കെയായിരിക്കും applicable ആയിട്ടുള്ളത്? റൊട്ടേഷൻ ഉണ്ടായിരിക്കും, സർക്കുലർ മോഷൻ ഉണ്ടായിരിക്കും, ലീനിയർ മോഷൻ ഉണ്ടാവും അല്ലേ, പക്ഷേ ഓസിലേഷൻ അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പം അതാണ് നോട്ട് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Observe the change in the energy given below. Electrical energy gives mechanical energy plus heat plus sound. Find and write down two situations where such energy changes occur. ഏതാണ്? Yes, working of a mixer grinder, working of a fan. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ആൻഡ് ലിസ്റ്റ് ദ ഫോം ഓഫ് എനർജി യൂസ്ഡ് ആൻഡ് എനർജി വേസ്റ്റഡ്. ഏതിലാണ് എനർജി യൂസ് ചെയ്തിട്ടുള്ളത്? ഏതാണ്? മെക്കാനിക്കൽ എനർജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേസ്റ്റഡ് ഏതാണ്? ഹീറ്റ് ആൻഡ് സൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഹാസ് എ മിനിമം എനർജി ലോസ്?
മിനിമം എനർജി ലോസ് LED ബൾബിനാണ് കേട്ടോ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്ന എല്ലാവരും ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.